ഡൊമിനിക് ഇസ്ഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ സ്വീറ്റി എന്ന് വിളിക്കപ്പെടുന്ന മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. ഇന്ന് ജിഫിൻ്റെ മനസ്സമ്മതം. അവൻ്റെ കൂടെ നിൽക്കുന്നത് ഇറ്റലിയിൽ നിന്നും വന്ന അവൻ്റെ ഫ്രണ്ട്സാണ്. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഞാനെങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ അത് പറയാം. അതിന് 2 ദിവസം പുറകോട്ട് പോകണം. ഇറ്റലിയിൽ നിന്നും എൻഗേജ്മെൻറ്റിന് കേരളത്തിലേക്ക് വരുന്ന 3 സുന്ദരികളുടെ ഉത്തരവാദിത്തം ജിഫിനെ ഏൽപ്പിച്ചത് സനിലിനെയാണ്. ഇതറിഞ്ഞ ഞാൻ ഓഫീസിൽ 10 ദിവസം ലീവും പറഞ്ഞ് ഭാര്യയുടെ സമ്മതവും വാങ്ങി അവൻ്റെ കൂടെ കൂടി. കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത 3 പേരെയും അവരുടെ 300 കിലോ ലഗേജും എടുത്ത് ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചു. വാഗമണിൽ വന്നിട്ട് ചായ കുടിക്കാൻ കയറിയതാണ്. ചേച്ചീനോട് എന്ത് വെച്ചാലും അല്ലേ എങ്ങനെ പറഞ്ഞത്? ഇവര് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കാണ്. 5 കിലോമീറ്റർ എന്നാൽ ഫൈൻ ഫോറസ്റ്റ്. പിന്നെ പൈൻ ഫോറസ്റ്റ് ഒരു തെറ്റായ തീരുമാനമാണെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ സമയം കളയാതെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. യാത്രകൾ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം നമ്മളെ വിസ്മയിപ്പിച്ചെന്ന് വരില്ല. പക്ഷേ ആ യാത്ര വീണ്ടും തുടരുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത ഇടങ്ങളിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. Does it take to be happy? How many times do you have to feel lonely before you get the chance to meet someone, before you get to meet someone like you? How many songs can you write about heartbreak? How to go on when you're fed up with mistakes? Maybe I just found the answers. Maybe I just found the answers in you.